ഞാനിപ്പോൾ 2013-14 വർഷങ്ങളിൽ UPSC കോച്ചിങ് മേഖലയിൽ അന്ന് തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പ്രിലിംസ് UPSC പ്രിലിംസ് ഭയങ്കര എളുപ്പത്തിൽ പാസ്സാകുന്ന ഒരാളായിരുന്നു. എനിക്ക് എന്തോ ഒരു റീസൺ ഉണ്ട്, അങ്ങനെ ഞാൻ പാസ്സാകുന്ന ആളാണ്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ 2 മാസം പഠിച്ചതാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഞാൻ എഴുതുമ്പോൾ ഞാൻ 20 ദിവസത്തിൽ കൂടുതൽ പ്രിലിംസിന് വേണ്ടി മാറ്റി വെച്ചിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ഞാൻ കയറുമായിരുന്നു. അപ്പം എനിക്കൊരു അപ്രോച്ച് ഉണ്ട് അതിന്. അപ്പം അങ്ങനെ അപ്രോച്ചുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ പ്രിലിംസ് കയറുന്നവരായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ അന്നത്തെ കുറേ കൂട്ടുകാർ വർഷം മൊത്തം ഇരുന്ന് രാവിലെ ഒരു 6 തൊട്ട് അല്ലെങ്കിൽ രാത്രി 10 വരെ പല അക്കാഡമികളുടെ ലൈബ്രറിയിൽ ഇരിക്കുന്നവർ പ്രിലിംസ് കയറുന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു സങ്കടമാണ്, നമ്മുടെ കൂട്ടുകാർ ഇത്രയോ എഫേർട്ട് ഇട്ടിട്ട് കയറുന്നില്ല, നമ്മൾ ഭയങ്കര എളുപ്പത്തിൽ ചെന്ന് കയറുന്നു എന്നുള്ളൊരു സാധനം. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്തൊരു കാര്യം, നമ്മുടെ ഈ അപ്രോച്ച് നമ്മൾ മാക്സിമം പോപ്പുലറൈസ് ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2013-14 കാര്യമാണ് പറയുന്നത്. ആ സമയം കേരളത്തിലുള്ള ഇന്ന് മേജറായിട്ടുള്ള ഒട്ടുമിക്ക IAS കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിലുള്ള ആൾക്കാരായിരുന്നു ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾ. അപ്പം നമ്മളന്നത് പോപ്പുലറൈസ് ചെയ്യാൻ നോക്കി, നമ്മൾ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങി. പിന്നീട് ഈ പറയുന്ന ഒരു സാധനം, ഇപ്പൊ കറക്കിക്കുത്തെന്നൊക്കെ പറയുന്ന പോലെ ഇതിനെ അങ്ങ് ഭയങ്കര ഭയങ്കര ബാലിശമായ രീതിയിലോട്ട് ഇതിനെ കൊണ്ടുപോകുന്ന ഒരു സാധനം ഞാൻ അന്ന് അവിടെ കണ്ടിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. UPSC-യിലാണെങ്കിൽ ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി ചോദ്യം വന്നാൽ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: സയൻസ് ആൻഡ് ടെക്നോളജി ചോദ്യം വന്നാൽ ഓൾ ദ എബോവ് കുത്തുക. ABCDE 5 ഓപ്ഷനാണ് UPSC തരുന്നത്. അതിൻ്റെ ഇടയിൽ പല ഇതുണ്ട്. ഓൾ ദ എബോവ്, സയൻസ് ആൻഡ് ടെക്നോളജി ചോദ്യം വന്നാൽ ഓൾ ദ എബോവ്. ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്നും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമ്മളിത് കുറേ പോപ്പുലറൈസ് ചെയ്യാൻ നോക്കി, അതിനെ ഒരു ഭയങ്കര ഒരു കോമഡിക്കൽ ഭയങ്കര സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലോട്ട് ഇവർ കുറേ പേര് കൊണ്ടുപോയി. ഞാനിപ്പോൾ PSC-യിൽ ഇതിൽ ഞാൻ പഠിച്ചു തുടങ്ങി, ഞാനിത് നോക്കുമ്പോൾ ഇതേ ട്രെൻഡ് ഇവിടെയും വരുന്നു. കാര്യം PSC-യുടെ ലെവല് മാറി, അത് നമ്മളെല്ലാവരും എഗ്രി ചെയ്യുന്ന സാധനമാണ് അല്ലേ. ട്രെൻഡ് മാറി, ഡിഫിക്കൽട്ടി ലെവല് കൂടി, ഒരു UPSC-യുടെ അത്ര എത്തിയില്ലെങ്കിൽ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് അത്രയും പാടൊന്നുമല്ല. എൻ്റെ അടുത്തോട്ട് വന്ന് ഞാൻ പെട്ടെന്നങ്ങ് പാസ്സായി. ഇതിനകത്തൊരു കൊമേഴ്ഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ടല്ലോ, ഇതിനകത്തൊരു ഒരു ധനമോഹം ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഇവരാരും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്കൊന്നും അല്ല നിൽക്കുക. ഇവർ ബ്ലോഗർ, ഇവർ ഇൻഫ്ലുവൻസർ, ഇവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരം പോകുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എല്ലാം ഞാൻ സെറ്റാക്കി തരാം മക്കളെ, കറക്കി കുത്തോ അങ്ങനെ എന്തൊക്കെയോ വാക്കുകളുണ്ട്. എനിക്കറിയണം. ഞാനിത് കണ്ടപ്പോൾ മൊത്തത്തിൽ എനിക്ക് ആദ്യം ഞാൻ കോമഡി ആയിട്ട് കണ്ടു തുടങ്ങിയാലും പിന്നീട് ഇത് ഭയങ്കര മിസ്ലീഡിങ് ആണെന്നും ഈ കുട്ടികളുടെ ഇവരുടെ ചിലപ്പോൾ 500-1000 ഇവരുടെ കയ്യിൽ നിന്ന് അപ്പോൾ കാശ് ചിലവ് ഉണ്ടാകത്തുള്ളൂ, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ 1000 രൂപ ചെലവിൻ്റെ അല്ലല്ലോ. നിങ്ങളുടെ ഈ ഒരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ഇവരുടെ ക്ലെയിമോ കേട്ടിട്ട് ഇതിന്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ 10 ദിവസം ഇത് ചെയ്തിട്ട് ഇത് മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അടുത്ത പരീക്ഷ വരണം. അടുത്ത പരീക്ഷയിൽ ഈ പുള്ളി പറയുന്ന അല്ല ഇവരൊക്കെ പറയുന്ന വർക്ക് ആവത്തില്ല. അപ്പോൾ ഒരു വർഷം അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഭയങ്കര പേഴ്സണലി സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇങ്ങനെ ചുമ്മാ അങ്ങ് കറക്കി കുത്തിയാൽ പാസ്സാവുന്ന ഒരു പരീക്ഷയാണോ ഇപ്പം കേരള PSC നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. നമ്മൾ ആഫ്റ്റർ ഓൾ ആസ്പിരൻറ്റ് നോക്കുന്ന സമയത്ത് അവനൊരു എപ്പോഴും ഒരു തോന്നൽ ഉണ്ടാവരുത്. ഈ ഏതൊരു ചോദ്യം വന്നാലും ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പഠിക്കാതെയും എനിക്ക് കിട്ടും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഡേഞ്ചർ ഇരിക്കുന്നുണ്ട്. കാരണം ഇതിനെ ബ്രേക്ക് ചെയ്യാൻ അറിയാം. ഈ പറയുന്ന ഇപ്പം പണ്ട് UPSC-യിൽ ഉണ്ടായിരുന്നു സയൻസ് ആൻഡ് ടെക് ഒന്നിലധികം ചോദ്യങ്ങൾ അല്ലെങ്കിൽ 3-4 ചോദ്യങ്ങൾ ഓൾ ദ എബോവ് വന്നപ്പോഴാണ് ഈ ഒരു വന്ന്. അപ്പോൾ അന്ന് നമ്മൾ എല്ലാം ചെയ്തതാണ്, ഓൾ ദ എബോവ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അത് വർക്കായി. എവിടെയാണെന്നറിയോ? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ടെസ്റ്റ് സീരീസിൽ പരീക്ഷാ കാർഡിൽ വന്നപ്പോൾ അത് വർക്കായില്ല. കാരണം അന്ന് എന്ത് ചെയ്തു? അന്ന് UPSC ഇതിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊരു ഓപ്ഷൻ തെറ്റിക്കും, അപ്പോൾ അത് മാറും. പിന്നെ അത് മാത്രമല്ല, ഇതല്ലാതെ ഓൺലി വന്നു കഴിഞ്ഞാൽ തെറ്റും. ഡ്രാസ്റ്റിക് ആയുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതെല്ലാം ഇപ്പൊ ഇതുപോലെ എടുത്ത് ടെംപ്ലേറ്റ് ആയിട്ട് എവിടെ കൊണ്ടുപോയിക്കാണ്? PSC കൊണ്ടുപോയിക്കുക. അപ്പോൾ ഇത് പറയുന്ന ആൾക്കാരെ വിചാരം PSCക്ക് ഇത് അറിയില്ല എന്നാണ്. PSC നിങ്ങളെ ഇത് തെറ്റിക്കാൻ പോകുന്നത് നിങ്ങളിത് പരിശീലിച്ച് പോയി അപ്ലൈ ചെയ്യുന്ന പരീക്ഷയിലായിരിക്കും. നിങ്ങൾക്ക് വേറെ മെയിൻസ് പരീക്ഷ ഇല്ല, നിങ്ങളത് തോറ്റു. പിന്നെ ആദ്യം നിങ്ങൾ പ്രിലിംസ് എന്ന് എഴുതണം. അപ്പോൾ ഇത് ചെയ്യരുത്. എലിമിനേഷൻ ഉണ്ട്, ശരിയാണ്. എലിമിനേഷൻ എന്നുള്ള പ്രോസസ്സ് ഉണ്ട്, അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. ഒരുപാട് ചോദ്യങ്ങൾ ഈ പറഞ്ഞ പരീക്ഷകൾക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇത്തവണ LSCSന്റെ സെക്കൻഡ് പേപ്പറിൽ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ആ പരീക്ഷ എഴുതാത്തതുകൊണ്ട് ഞാനത് നിങ്ങളോട് ചോദിക്കാം. കേരളത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അപ്പോൾ അത് മെയിനായിട്ടൊരു ടോപ്പിക്കായിരുന്നു LSCSന്. എല്ലാവരും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്താണെന്നും ഒക്കെ പഠിച്ചു കാണും. എസ്പെഷ്യലി വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച്, SHGസിനെ കുറിച്ച് ചോദ്യം ഇതായിരുന്നു: കൊളാറ്റർ ഇല്ലാതെ സിംഗിൾ വുമണിന് ഇൻഡിവിജ്വലിന് ലോൺ കൊടുക്കുന്നില്ല, പക്ഷേ ഗ്രൂപ്പിന് ലോൺ കൊടുക്കുന്നു, എന്താ കാരണം? അപ്പോൾ ഓപ്ഷൻ തന്ന്: 1, സ്ത്രീകൾ ഒരുമിച്ചാവുമ്പോൾ നന്നായി പൈസ തിരിച്ചടയ്ക്കും. 2, സ്ത്രീകൾക്ക് പൈസ തിരിച്ചടയ്ക്കാനുള്ള മനോഭാവമേ ഇല്ല. 3, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ സഹായിക്കാനാണ്.
4 സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള ഇൻഫർമേഷൻ അസിമെട്രി കുറയും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യത കൂടും. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് ഗ്രൂപ്പിന് ലോൺ കൊടുക്കുന്നത്, ഇൻഡിവിജ്വലിന് കൊടുക്കാതെ? ഏതാ ആൻസർ? എനിക്ക് ഓപ്ഷൻ ഞാൻ മറന്നു, പക്ഷെ എനിക്ക് ഇതിന്റെ ലോജിക്ക് ഞാനൊന്ന് പറയാം. ഞാൻ എങ്ങനെ ആയിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ UPSC ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ചരിത്രം നമുക്കറിയാം, കുടുംബശ്രീയുടെ ചരിത്രം ഒരുവിധം എല്ലാം അതറിയാത്ത മലയാളി ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലിന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ എന്താ പറയാ, അതിന് തിരിച്ചടയ്ക്കാനുള്ള ഒരു കഴിവും അതിന്റെ ഡിസിപ്ലിനും ഇതൊക്കെ പ്രശ്നമാണ്. കാര്യം ഇത് മോണിറ്റർ ചെയ്യാൻ ഒരാൾ, ഇത് മറ്റേ നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ. നമ്മൾ ജനുവരി 1 ജിം മെമ്പർഷിപ്പ് നമ്മൾ ഒറ്റയ്ക്ക് പോയി എടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇതൊരു ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാകുന്നു, ഇവരുടെ ഇടയിൽ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ട്, ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഇൻഫോർമൽ നെറ്റ്വർക്ക് ആണ് അല്ലേ. അപ്പം ഇവര് പലര് തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇവരുടെ ബാക്കിയുള്ളവർക്ക് കടം കൊടുക്കാനും പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ദിസ് ഇസ് ഹൗ ഐ വിൽ ബി അപ്രോച്ചിങ്. എനിക്ക് ആ ഓപ്ഷൻ ഞാൻ മറന്നുപോയി. ബട്ട് ഈ ഒരു തോട്ടിൽ നിന്നായിരിക്കും ഞാൻ ഉത്തരത്തിലോട്ട് എത്തുക എന്തായാലും. ഞാനും അതേ ഒരു തോട്ട്, അതായത് അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു തോട്ടിലാണ് തീർച്ചയായിട്ടും എനിക്കും. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി വരും, അക്കൗണ്ടബിലിറ്റി വരും. ആൻഡ് പിന്നെ പറഞ്ഞ 2 ഓപ്ഷൻസ് എന്തായാലും വരില്ല. അത് ലോജിക്കലി തന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അല്ല, ആക്ച്വലി അത് ഐ തിങ്ക് ഐ വിൽ ബി ബെറ്റർ ടു സേ ഇറ്റ്. അത് കാര്യം സ്ത്രീ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു നാച്ചുറൽ എന്നുള്ള ഒരു സാധനമാണ്. എനിക്കാവുമ്പോഴാണല്ലോ അതിന് ലോജിക് ആകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു തോന്നുന്നു, സ്ത്രീക്ക് ഒറ്റയ്ക്ക് കൊടുത്താൽ തിരിച്ചടക്കത്തില്ല. ഓക്കെ, നമ്മൾ 21ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പൊ അവിടെ നിന്ന് കേരള PSC പോലൊരു ഏജൻസി അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാക്കുമോ എന്നുള്ള ഒന്നാമത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ. കേരള PSC അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ അങ്ങനെ ഒരു ഏജൻസിക്ക് ഇപ്പൊ കുടുംബശ്രീ അല്ലെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് അങ്ങനെ പെരുമാറാൻ പറ്റുമോ? അല്ലെ, അവരുടെ തിങ്കിങ് ഒരിക്കലും അങ്ങനെയല്ല. സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിൽ കാശ് മേടിച്ച് അങ്ങ് പോയി തിരിച്ചടക്കിയത് അങ്ങനല്ല. ഈ കുടുംബശ്രീ ഇതൊന്നും കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തതും അതിന്റെ ഒന്നും ചരിത്രം അതല്ല. അത് നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പൊ അത് ഞാനൊന്ന് ആലോചിച്ചാൽ എൻ്റെ ആ ഓപ്ഷൻ എനിക്ക് അവിടെ വെട്ടാം. ഓക്കെ, അപ്പൊ സ്ത്രീയുടെ മേളിലുള്ള അവിശ്വാസമല്ല സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ലോൺ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇത് അക്കൗണ്ടബിൾ ആക്കാനും ഗ്രൂപ്പിനകത്ത് വരുമ്പോൾ ഇവരുടെ ഇടയിൽ ആ ഒരു ഇൻഫർമേഷൻ ഫ്ലോയും ഈസി ആവുന്നു. അപ്പൊ മൊത്തത്തിൽ ഈ ഗ്രൂപ്പിന് കുറെ ഇൻഡിവിജ്വലിന് ഇല്ലാത്ത കുറെ കഴിവുകളും പവറുകളും ഇൻഫർമേഷനും ഗ്രൂപ്പിനുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലായിരിക്കണമല്ലോ അവർ ആ തീരുമാനം എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലെത്തിയാൽ എനിക്കത് ലോജിക്കൽ എലിമിനേറ്റ്. ഞാനതിനെ എന്താണ് ഒരു എവിഡന്റ് ഒരു എന്താണ് ഇൻഫോംഡ് ഗസ് എന്നാണ് ഞാൻ UPSC ലെവലിൽ ഞാൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ്. കാര്യം ഇതിനെ ഒരു ഭയങ്കര സിംപ്ലിസ്റ്റിക് കറക്കിക്കുത്തായിട്ട് മാറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ടും സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാണ് ഉപയോഗിക്കുന്നത്. ഇൻഫോംഡ് ആയിട്ട് ഗസ്, നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അവിടുന്നാണ് നിങ്ങൾ ഊഹങ്ങൾ നടത്തുന്നത്. മനസ്സിലായി? അല്ലാതെ അടിസ്ഥാനരഹിതമായി ഒന്നുമില്ല എയറിൽ വെട്ടി ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി കേരള PSC അങ്ങനെ ചെയ്ത് നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താണ് വിനീതമായ ഒരു അഭ്യർത്ഥന, അത് വിശ്വസിക്കില്ലെന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എലിമിനേഷൻ. മനസ്സിലായി? ഈ തരത്തിൽ ഒരു കുട്ടി എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആൻഡ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവേണ്ട അറിവ് ഈ പറഞ്ഞ പോലെ കുടുംബശ്രീയുടെ ചരിത്രവും എന്താണ് SHG എന്നുള്ള അറിവുണ്ടെങ്കിൽ അവന് പരീക്ഷകളിൽ വേറെ ഒന്നും വേണ്ട, അവന് ഈ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇത്തവണത്തെ PSCയിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആർട്ടിക്കിൾ 23 എന്തോ കോട്ട് ചെയ്തൊരു ചോദ്യം ചോദിച്ചു, നമ്മുടെ ജയിലിന്റെ ഉള്ളിൽ നടക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 17 ലംഘനമാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടികൾ പറഞ്ഞു AB, അവിടെ ഒന്ന് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഒന്ന് എന്തോ ഫോഴ്സ് ലേബർ, അങ്ങനെ എന്തോ ആയിരുന്നു 2 ഓപ്ഷൻസ്. അത് 2 ഒബ്വിയസ്ലി ആൻസർ ആണ്. പക്ഷെ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇറ്റ്സെൽഫ് അൺടച്ചബിലിറ്റി ആണ് എന്നുള്ള അറിവ് കൊണ്ട് അവന് ഓൾ ദ എബോവ് എഴുതണമായിരുന്നു. ഇവിടെ എല്ലാം ആർട്ടിക്കിൾ 17 എലിമിനേറ്റ് ചെയ്യാൻ അവനോട് പറയുന്നത് എന്താണ്, അവന്റെ ഒരു മാർക്ക് കളഞ്ഞ് ഒന്ന് മാറി -1/3 കൊടുക്കുന്ന അത്രമാത്രം സ്മാർട്ടായിട്ടാണ് അവരതിനെ ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, PSC അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്പും എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ പേപ്പർ ഒന്ന് ഒരു ദിവസം ഇരുന്ന്, ഇപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞില്ലേ, ഒരു ദിവസം ഇരുന്ന് ഈ 100 ചോദ്യത്തിലൂടെ പോയാൽ 200 ചോദ്യത്തിലൂടെ പോയാൽ മനസ്സിലാവും എന്താണ് സെക്രട്ടേറിയറ്റിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ അതിന്റെ കൂടെ 2 ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ UPSCയുടെ രീതിക്കൊക്കെ ഉള്ള ചോദ്യങ്ങൾ, ഇപ്പൊ ഗ്രീൻ കെമിസ്ട്രിയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്തെടുക്കാൻ ജസ്റ്റ് ചുമ്മാ ഇൻഫോംഡ് ഗസ് മതി. ഇത് ഗ്രീൻ
കെമിസ്ട്രി അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? അതുപോലെ ഡിസീസസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂനോട്ടിക് ഡിസീസ് ഏതാ? ഇപ്പൊ പോളിയോ ഒക്കെ ഓപ്ഷനിലുണ്ടായിരുന്നു. ആ ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കുവാണെങ്കിൽ അവർക്ക് ലോജിക്കലി ഇൻഫോംഡ് ആയിട്ടുള്ള ഗസസ് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന എലിമിനേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമ്മള് Elimination വേണ്ടാന്നല്ല. Elimination ചെയ്യണമെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം. എലിമിനേഷൻ ഉണ്ട്, ഇൻഫോംഡ് എലിമിനേഷൻ ഉണ്ട്, ഇൻഫോംഡ് ഗസ് ഉണ്ട്, അതെ അതെ ആകാശത്തുനിന്ന് ഉള്ള കറക്കിക്കുത്ത്. PSC മണ്ടന്മാരല്ല എന്നുള്ളതാണ് അതിന്റെ ഔട്ട്ലൈൻ പ്രിൻസിപ്പിൾ. ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക്, PSC കമ്മ്യൂണിറ്റി, കേരളത്തിലെ PSC കമ്മ്യൂണിറ്റിക്ക് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റഡ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആ ഒരു ചേഞ്ചിങ് PSC ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇപ്പം ഇതിനകത്ത് ഞാൻ പലപ്പോഴും കാണുന്ന ഇപ്പം UPSC ലെവലുണ്ട്, PSC ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്, താഴോട്ടുള്ള ലെവലുണ്ട്. ഇതിങ്ങനെ കുറേ ലെവലുകളിൽ ഇങ്ങനെ പരീക്ഷ നിരത്തി വെച്ചേക്കാണ്. ഇത് ഓരോ പരീക്ഷയ്ക്കും എവിടെ നിർത്തണം, അതിൻ്റെ ഡെപ്ത് എത്രയാണ്, ബ്രെഡ്ത്ത് അത് ഇങ്ങനെയാണല്ലോ നമ്മൾ പരീക്ഷ കാണുന്നത്. ഒന്ന് എത്ര ആഴത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ എത്ര പരന്നു പോകണം. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിന് നമ്മുടെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആംഗിളുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇതിനെ പുറത്ത് ഒത്തിരി പണിയെടുത്തോണ്ട് കിട്ടുകയാണ്. അപ്പം ഞാൻ ആ കാര്യങ്ങൾ പുറത്തോട്ട് പറയാമെന്നുള്ളതല്ല, ബട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാസ്റ്റർ ചെയ്യുന്നത്? ഹൗ ഡു വി ഡീൽ വിത്ത് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്? ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാം സബ്ജക്റ്റ് ബേസ്ഡ് ആണ്, ചാപ്റ്റർ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഉള്ളിൽ ഇതെല്ലാമാണ് കിടക്കുന്നത്. അപ്പോൾ PSC നിങ്ങൾക്ക് വ്യക്തമായി തന്നിട്ടുണ്ട് ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഇനി അറിയേണ്ടത് എന്താ, അതിൻ്റെ ഉള്ളിൽ ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് പഠിക്കണം, അത് എവിടം വരെ പഠിക്കണം. കൂടുതൽ പഠിച്ചാലും പ്രശ്നമാണ്, കുറച്ച് പഠിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ പറയുന്ന 2 ആർട്ടിക്കിളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ അറിയണം. അത് അവിടെ ഒരു ഡിമാൻഡാണ്. അപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്നൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം എന്താണ് റൈറ്റ് എന്ന് അറിയണം, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് അറിയണം, റൈറ്റുകൾ ഓരോന്ന് ഏതാണെന്ന് അറിയണം, ആൻഡ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പല അപ്ലിക്കേഷനും അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടുള്ള ബന്ധവും ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ വരെയാണ് അറിയേണ്ടത് എന്നുള്ളൊരു ബോധ്യം ആർക്ക് വേണം? പഠിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാൾക്കെങ്കിലും വേണം. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു കേസ് നേരിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതല്ലാതെ വേറെ എന്തൊക്കെയോ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത്തവണ സർക്കാരിയ കമ്മീഷനിൽ ഇന്ദിരാഗാന്ധി അപ്പോയിന്റ് ചെയ്തു. ഇതിൽ താഴെ പറഞ്ഞ ഏതൊക്കെയാണ് സർക്കാരിയ? അപ്പോൾ അതിൽ രഞ്ജിത്ത് സിംഗ് സർക്കാരിയ മുതൽ കുറേ പേരുകൾ തന്നിട്ടുണ്ടാകും. ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പം ഞങ്ങൾ മറ്റേ രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് ഇത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവരുത്. അതിനും ഇതിനും 1 മാർക്ക് തന്നെയുള്ളത്. അപ്പം നമുക്ക് കൃത്യമായി ധാരണ വേണം എന്തൊക്കെ സ്റ്റാറ്റിക് പോർഷൻസ് ചോദിക്കാം, ഇനി ഒരു കൺസെപ്ഷ്യൽ നോളേജ് എവിടം വരെ പോകണം, ഇതെല്ലാം ഉള്ള ധാരണ ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ടോപ്പിക്. ആൻഡ് ആ നമ്പർ ഓഫ് ടോപ്പിക്ക് 2000-3000 ടോപ്പിക്കുകളുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലധികം ടോപ്പിക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ ബാക്കി പറയുന്നില്ല. ടോപ്പിക്കുകളുടെ ഉള്ളിലോട്ട് എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ടോപ്പിക്കുകളുടെ ഉള്ളിൽ നമുക്ക് സെറ്റ് ഓഫ് നോളേജ് ഉണ്ട്, സെറ്റ് ഓഫ് റെപ്പോസിറ്ററീസ് ഉണ്ട്. അതിൽ നിന്നുള്ളതേ വരൂ എന്നുള്ള കോൺഫിഡൻസ് അത് വീണ്ടും പ്രൂവ്ഡായി. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് അറിയാം PSC അടുത്ത തവണ സെക്രട്ടേറിയറ്റിൽ ഇതുകൂടെ കണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യും. കാരണം നമ്മുടെ ടെസ്റ്റ് സീരീസ് കൂടെ നോക്കാനൊക്കെ PSC ഡേയിലും ആൾക്കാരുണ്ട്, അവരും മണ്ടന്മാരൊന്നുമല്ല. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ PSC ചെയ്യും. കാരണം PSCക്ക് വേണ്ടത് ഈ ഏറ്റവും നല്ല ആരാണോ അവൈലബിൾ, നമ്മളെ ബ്രേക്ക് ചെയ്യാന്നതിലുപരി എന്താണോ മാർക്കറ്റിൽ അവൈലബിൾ അതിലെ ബെസ്റ്റ് ആണ് അവർക്ക് എവിടെ വേണ്ടത്, ഈ കേരളത്തിലെ പഞ്ചായത്തുകളിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ വേണ്ടത്. അപ്പോൾ അവരത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ആവണം. നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ റെപ്പോസിറ്ററി പോരാ, ഞങ്ങൾക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും? സെക്രട്ടേറിയറ്റ് ആകുമ്പോൾ ഇതിന് വീണ്ടും വീണ്ടും ഫിൽട്ടർ ചെയ്ത് കൂടുതൽ നന്നാക്കും. സോ ഈ പ്രോസസ്സ് നിങ്ങൾ ഇൻഡിവിജ്വലായി പഠിക്കുന്ന ആളാണ് എന്തായാലും ചെയ്യണം. ഇപ്പോൾ നമ്മൾ KS മെന്ററിൻ്റെ ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ട്, എല്ലായിടത്തും ഭയങ്കര പോപ്പുലറാണ്. ടോപ്പിക് വൈസ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അത് നിങ്ങളുടെ കയ്യിലെടുത്ത് നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് അപ്പോൾ എന്തായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത്. ദാറ്റ്സ് ഓൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യം. അഡീഷണൽ ഒരു കാര്യം, ഇപ്പൊ ഡെപ്ത്, ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് എക്സ്പെർട്ടീസ് ലെവൽ വെച്ചിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു ക്വാളിറ്റി ചെക്ക് ടീമും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അവരെ പറയാം, നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇവർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി അക്കാഡമിക്സ്, അതായത് വേറെ ഞങ്ങളുമായിട്ടൊരു ബന്ധവും ചോദ്യം ഇടുന്ന ആളല്ല ക്വാളിറ്റി വെറ്റ് ചെയ്യുന്നത്. നമ്മൾ മാറ്റി നിർത്തിയേക്കാണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണെന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ഒരു ബയാസും ഇല്ലാതെ എക്സാമിന്റെ ഡിമാൻഡ് വെച്ച് അനലൈസ് ചെയ്ത് ഇത് കറക്റ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു വലിയ ക്വാളിറ്റി ടീം നമുക്കുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കാം, നമുക്കൊരു 3 ലെവലിലാണ്. നിങ്ങൾ ചോദ്യം ഇടുന്നവർ ചോദ്യം ഇട്ട് ഒരു ലെവലിൽ കടക്കുന്നു, ഇവിടുത്തെ ഒരു സീനിയർ ആൾ അത് ചെക്ക് ചെയ്യുന്നു, എന്നിട്ടാണ് ഈ എക്സ്റ്റേണൽ എന്നുള്ള ഒരു ഇതിലോട്ട് പോകുന്നു, എന്നിട്ട് ഫൈനൽ ഒരു ക്യൂസ് ചെയ്ത് നമ്മൾ അപ്പ് ചെയ്യുന്നു എന്നുള്ള. നാളെ ടെസ്റ്റ് സീരീസ് നടത്തുമ്പോൾ രാത്രി ഇരുന്ന് എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ അക്കാഡമിയുടെ പേര് പറയുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ഇടാൻ കൊടുത്ത ഒരാളെ എനിക്കറിയാം പേഴ്സണലി, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്.
അപ്പോൾ അവർ കൊടുത്ത ഡിമാൻഡുകളിലൊന്നും ഇതായിരുന്നു, നിങ്ങൾ ചോദ്യം ഇടുമ്പോൾ ഒരു 4 ചോദ്യം തെറ്റണം എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണെന്നറിയാം, ആ ചോദ്യം എഴുതിയ ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. PSC തെറ്റിക്കും, അപ്പോൾ നിങ്ങളും തെറ്റിയ ചോദ്യം ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങളത് ചോദ്യം ഇടുന്ന സമയത്ത് എന്താ പറയുക, ഈ ടോപ്പിക് അങ്ങ് കൊടുക്കും, ഈ ടോപ്പിക്കിൽ നിന്ന് 10 ചോദ്യം എന്താ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ടത് കേശവാനന്ദ ഭാരതിയിലെ കേസാണ്, അല്ലെങ്കിൽ അത് ഉത്തരം വരുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഓഷ്യൻ കറണ്ട് ഉത്തരം വരുന്ന ചോദ്യമാണ്. ഈ തലത്തിൽ ചോദ്യം ഇടുന്ന ഒരാളുണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രസ്റ്റ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതല്ലാത്ത പക്ഷം ഒരിക്കലും എന്ത് ചെയ്യരുത്, റാൻഡമായി കിട്ടുന്ന, ഞാനിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ മുമ്പ് ഞാൻ പറയുമായിരുന്നു നിങ്ങൾ എത്ര ചോദ്യം കിട്ടിയാലും ചെയ്യണം. ഞാൻ എൻ്റെ വാക്ക് തന്നെ ഞാൻ റിവേഴ്സ് ചെയ്തു. കാരണം ഒരുപാട് ചോദ്യം ചെയ്യാൻ നിൽക്കില്ല ഇനി. കാരണം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ChatGPT ടൈപ്പ് ചെയ്യാം, ഗിവ് മീ 10 questions ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്. 10 അല്ല, ലക്ഷങ്ങൾ ചോദ്യം തരും അല്ലേ. അപ്പോൾ ആ ചോദ്യം മൊത്തം വായിച്ചുകൊണ്ട് പരീക്ഷ ഒരിക്കലും പാസ്സാവാൻ പോകുന്നില്ല. അപ്പൊ ഇനി മാറും. ടെക്നോളജി അങ്ങനെ ഒരു വലിയ ചലഞ്ചാ തരാൻ പോകുന്നത്. ഇനിയിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നോട്ട് തരല് പണിയൊന്നുമില്ല, ഈ പറയുന്ന ChatGPT-ലിട്ട് നിങ്ങൾക്ക് തന്നാൽ മതി. അപ്പൊ അവിടെ വേണ്ടത് എന്താ എന്ന് അറിഞ്ഞ് നോട്ട് തരുന്ന ഒരു സ്ഥലം, ക്വസ്റ്റ്യൻ തരുന്ന ഒരു സ്ഥലത്തോട്ട് എത്തണം. ഈ പറയുന്ന പോലെ PSC തെറ്റാൻ വേണ്ടി അല്ല ചോദ്യം ഇടുന്നത്, ഇതൊരു ഫണ്ടമെന്റൽ കാര്യമാണ്. അല്ല, അത് ഇത് മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞത് ഇതിനെ എല്ലാം ഒരു ബാലിശമായി സമീപിക്കുന്നോണ്ടായിരിക്കും ഇങ്ങനെ. അതോ ഇതിന് പിന്നിലെ ലോജിക് ആയിരുന്നു കോമഡി. ലോജിക് പറഞ്ഞത് PSC-യുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 16 ചോദ്യം തെറ്റി, അതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് എന്തിനാ അത് അഫോർഡ് ചെയ്യും. സ്റ്റുഡൻസിന്റെ മനസ്സിൽ ആ ലോജിക്ക് കയറുവാണ്. ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉത്തരം എന്നുള്ള ലോജിക്ക് അവർ കയറ്റി വെക്കുക. ആൻഡ് പിന്നെ പറയുന്നു നിന്റെ ലോജിക്ക് തെറ്റാണ്, കാരണം ആ ചോദ്യം തെറ്റാണ്. നമ്മൾ ചോദ്യം ഇടുമ്പോൾ തെറ്റാവില്ല എന്നല്ല, നമ്മൾ ചോദ്യം ഇടുമ്പോഴും തെറ്റും. ആ തെറ്റുന്നത് ചലഞ്ച് ചെയ്യുന്നു, അതിനൊരു സന്തോഷമുണ്ട്. കാരണം ആ വീഡിയോ അവിടെ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് നടക്കുക, അല്ലാത്ത ട്രസ്റ്റ് ചെയ്യല്ലേ. ഫണ്ടമെന്റൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അൺലേൺ ചെയ്യാൻ. അതെ. അല്ല, എനിക്ക് ഞാൻ മുമ്പേ ആ കറക്കിക്കുത്തിന്റെ കാര്യം ഞാൻ അത്ര ഒരു പേഴ്സണൽ ലെവലിൽ പറഞ്ഞതിന്റെ റീസണും അതാണ്. കാര്യം പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ പോലെ ഈ ആസ്പിറൻസ് ആയിട്ട് തുടങ്ങുന്നവരൊക്കെ ഇത് കേൾക്കും, അവർ വിചാരിക്കും ഓക്കെ പുള്ളി നമുക്ക് കാര്യങ്ങളൊക്കെ ഈ ആരൊക്കെ ചെയ്യുന്നവർ ഭയങ്കര എളുപ്പമാക്കി തരുവാണല്ലോ, എൻ്റെ പ്രശ്നം പുള്ളി എളുപ്പമായിക്കോട്ടെ, ഐ ആം മോർ ദാൻ ഹാപ്പി. കാര്യം പുള്ളി ഇതിന് അവയർനെസ് ഒക്കെ ഒത്തിരി കൂടുതൽ കൊടുക്കുന്നുണ്ടായിരിക്കും, ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. ബട്ട് ഇത് ഈ തെറ്റായ രീതി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഈ ശരിയാക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ്. തെറ്റ് പഠിച്ചിട്ട് ശരിയാക്കാൻ, ആ അൺലേണിംഗ് ആണ് ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് അത്രയും ദേഷ്യമുള്ളത്, ഇങ്ങനെയുള്ള അപ്രോച്ചുകളോട്. ഒരു ആസ്പിറന്റിന്റെ അവരുടെ ഒരു ലൈഫിന്റെ മേജർ പാർട്ടാണ്. അതെ. നമ്മളിത് 12ഉം 15ഉം വയസ്സിലെ ആൾക്കാരെ പറ്റി അല്ല പറയുന്നത്. ഡിഗ്രി കഴിഞ്ഞ് അവരുടെ കൂട്ടുകാരെല്ലാം വേറൊരു ജോലിക്ക് കയറിയിട്ടുണ്ടായിരിക്കും, കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല പല സ്റ്റേജുകൾ, ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലൈഫ് മൊമെന്റ്സിൽ കൂടെ അവരുടെ എൻ്റയർ ബാച്ച് എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. അവിടാണ് ഇപ്പം ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടി വെച്ചിട്ട് അവർക്കൊരു 1000 രൂപ 500 രൂപ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഒരു പെർ സ്റ്റുഡൻറ്റിൻ്റെ നിന്ന്. പക്ഷെ അത് അവർക്ക് അതുകൊണ്ട് സ്റ്റുഡൻറ്റിന് നഷ്ടപ്പെടുന്ന ഒരു വർഷമായിരിക്കും. മനസ്സിലായോ? ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്ത് നോക്കിയാൽ പുള്ളി ഒരു ജോലിയിൽ കയറിയാൽ ഒരു PSC-യുടെ ഏത് ലെവലിലേക്ക് ഒരു 40,000 രൂപ അല്ല 40,000 രൂപ ശമ്പളം ഉണ്ടെന്ന് നോക്ക്. അപ്പോൾ 4,50,000 രൂപയാണ് നിങ്ങൾ ആ 800 രൂപയ്ക്ക് വേണ്ടി കളയുന്നത് ആണല്ലോ. അതാണല്ലോ സംഭവിക്കുന്നത്. അവരപ്പം ഓക്കെ എൻ്റെ കയ്യിലുള്ളത് മുടക്കും, എൻ്റെ ഇപ്പം എൻ്റെ 500 നഷ്ടമാകുന്നുള്ളൂ. പക്ഷെ ഒരു വർഷം പോകുമ്പോൾ ഒരു 5 ലക്ഷമാണ് അവിടെ പോകുന്നത്. അത് ചിന്തിക്കുന്നില്ല ഇവർ. അതാണ് എൻ്റെ ഇതിനകത്തൊരു ദേഷ്യം അല്ലെ ഒരു രോഷം ഉണ്ടാകുന്ന ഇത് അവിടെ നിന്നാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാകുന്ന നമ്മളിപ്പോൾ തുടങ്ങി വെച്ച 2 അജണ്ട ആയിരുന്നു. അതിൽ ആദ്യത്തെ KS മെൻറ്റർ കണ്ടിന്യൂസ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും കോഴ്സുകൾ നടത്തി പരീക്ഷകൾ ക്രാക്ക് ചെയ്യിക്കുന്നത് ചക്ക വീണ് മുതൽ ചാകുന്നതാണോ? അതെനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നു. ചക്ക വീണ് മുതൽ ചാകുന്നതല്ല, അല്ലേ? നമ്മൾ ഈ മാറുന്ന ട്രെൻഡിന് എത്രയും അതിൻ്റെ ഒപ്പമെങ്കിലും അതിന് മുന്നേ നടന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാര്യം PSC-യുടെ മുന്നേ നടക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ആ ട്രെൻഡിൻ്റെ ഒപ്പമെങ്കിലും മാക്സിമം, അതാണ് നമ്മുടെ ശ്രമം. അത് നമ്മൾ കുറേയൊക്കെ വിജയിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഈ കഴിഞ്ഞ പരീക്ഷകൾ മൊത്തം. ഇനി നമ്മുടെ അടുത്ത ഇതിലോട്ട് വരുന്നു. എന്തുകൊണ്ട് അടുത്ത വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലേണിങ്സ്, ഈ പാഠങ്ങൾ മൊത്തവും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷ നമ്മുടെ മുമ്പ് വരാൻ പോവാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഈ പാഠങ്ങൾ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകേണ്ട ഒരു പരീക്ഷ നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. അതിലെനിക്ക് 2 കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയേണ്ടത്. ഒന്ന്, ഈ പാഠങ്ങൾ നമ്മളുടെ ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തെ നിങ്ങളുടെ ടീം ഇതിൻ്റെ പുറയിൽ നിന്ന് അതിൻ്റെ ലേണിങ്സ് എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ ആപ്ലിക്കബിൾ ആവും നിങ്ങൾ വിശ്വസിക്കുന്നു, അതെങ്ങനെ ആവുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഒരു അൺസർട്ടനിറ്റിയും കൂടി വന്നു PSC, അല്ലേ? അതൊരു ചേഞ്ച് വരാൻ പോകുന്നു. പേപ്പർ 1 അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പ്രിലിംസ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മെയിൻസിൽ ഒരു അഡീഷണൽ പേപ്പർ വരുന്നു, ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നു എന്നുള്ള കുറെ ഇത് എന്ത് മാറ്റമാണെങ്കിലും അൺസർട്ടൺ ആണ്. ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് ആർക്കും അത് എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഈ
ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഫിലോസഫി അല്ലെ PSC ആ ഒരു കമ്മീഷന്റെ ഒരു മൈൻഡ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചതിലൂടെ നമ്മുടെ ഇൻസൈറ്റ് എന്താണ്, ഓക്കെ, ഈ വരാൻ പോകുന്ന എക്സാം എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി എക്സ്ട്രീംലി ബെനിഫിഷ്യൽ ടു ദ സ്റ്റുഡൻസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ അപ്കമിങ് എക്സാം. ഓക്കെ, അപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഈ ലേണിങ്സ് എങ്ങനെയാണ്, അത് എനിക്ക് തോന്നുന്നു അനൂപനായിരിക്കും ഇച്ചിരി പറയാൻ പറ്റുക. ഓക്കെ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, എസ്പെഷ്യലി എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവകാശപ്പെടുന്നത് ഇത് കേസ് മെൻറ്ററിന് ചെയ്യാൻ മാത്രം കഴിയുന്ന ഒരു കാര്യമെന്നല്ല. ഒരു ഇൻഡിവിജ്വല് ഇത്ര എഫേർട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. അതെ, പക്ഷെ അവിടെ ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നത് ഞങ്ങൾക്കാണ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലോട്ട് വരുന്ന സമയത്തും അതും വേറൊരു ഡിഗ്രി ലെവൽ PSC എക്സാം ആണ്. ഒരു ഡിഗ്രി ലെവൽ PSC എക്സാമിൻ്റെതായ എല്ലാ സീരിയസ്നെസ്സും ആ പരീക്ഷയ്ക്കും PSC കൊടുക്കും. കേരളത്തിന്റെ നമ്മളൊരു ഭരണസിരാ കേന്ദ്രം, അവിടെയിലോട്ട് ഒരാൾ റിക്രൂട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഓഡിറ്റർ പോസ്റ്റുകളിലോട്ട് ഒരാളെ എടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്തായിരിക്കും? ഗീവ് മീ ദ ബെസ്റ്റ്. അതല്ലാത്ത ഒരാളെ വെച്ച് ഗവൺമെന്റ് ഇത് ഭരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇവരെ കയ്യിലെത്തുന്ന ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിലോട്ട് പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് എല്ലാ സീരിയസ്നെസ്സും വേണം. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ UPSC ക്രൗഡും വെറ്ററൻ PSC ക്രൗഡും എല്ലാവരും ഈ പരീക്ഷ എഴുതും. പക്ഷേ നിങ്ങൾക്കത് അപ്രാപ്യമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രിലിംസ് കോമൺ ആണ്, സിലബസ് നിങ്ങൾക്കറിയാം. ഇതിൽ വലിയ ചേഞ്ച് ഒന്നും ഒരിക്കലും PSCക്ക് വരുത്താൻ പറ്റില്ല. കാരണം ഈ സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ് എവിടെയും വരുന്നത്, പ്രിലിംസിന് വരാൻ പോകുന്നത്. ആൻഡ് മെയിൻസിലോട്ട് വരുമ്പോൾ 2 പേപ്പർ എന്ന് പറഞ്ഞു. 2 പേപ്പർ നിങ്ങൾ ഓൾറെഡി LHSൽ കണ്ട കാര്യമാണ്. അതിൽ ഒരു ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയിക്കൊള്ളട്ടെ, മേ ബി KS-നോട് സാമ്യതയുള്ള ഒരു പേപ്പർ ആവാം, ആയിക്കോട്ടെ. ഇനി KS-നോട് സാമ്യത ഇല്ലാത്ത സ്പെഷ്യൽ ടോപ്പിക് ആയിക്കോട്ടെ. അവിടെ വരെ എന്തുവാ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന എക്സാമിന് ചോദിച്ചത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പോലെ ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ് ആണ് ചോദിച്ചത്. അതേ ചോദിക്കാൻ പറ്റൂ. LSCസിന് ചോദിക്കുന്ന സമയത്ത് ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ ഗവേണൻസിൽ വരുന്ന ഒരാൾ അറിയേണ്ട ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് ചോദിച്ചത്. നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള ഒരു അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് വരുമ്പോഴും ഗവേണൻസും കേരള ഗവേണൻസും ഗവേണൻസും ഇതൊന്നും അല്ലാതെ നിങ്ങളോട് വേറെ ഒന്നും ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അതറിയാം. അത് നിങ്ങൾക്കും എനിക്ക് തോന്നുക ഞാൻ ഈ പറയുന്ന മുമ്പ് തന്നെ നിങ്ങൾ ലോജിക്കലോ ഇത് തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾ പഠിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചും അനാലിസിസ് വെച്ചും അല്ല, നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അവിടെ ഏറ്റവും ഡെപ്തുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എന്താണോ ഒരു മെയിൻസ് എക്സാമിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അത് വെച്ച് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ UPSCയിൽ പറയുന്ന പോലെ പ്രിലിംസ് മാത്രം വെച്ചൊരു പഠനമില്ല. അത് ഇവിടെ അപ്ലിക്കബിളാണ്. പ്രിലിംസിന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ബാക്കി വയ്ക്കുന്ന അതേ കാര്യങ്ങളാണ് മെയിൻസിൽ വരുന്നത്. അവിടെ മെയിൻസിൽ ഇപ്പോൾ ലെവൽ പ്ലേയിങ് ആയി. UPSC ആസ്പിരന്റിനുള്ള അഡ്വാൻറ്റേജ് ഒക്കെ PSC എടുത്തു കളഞ്ഞു. എങ്ങനെ? സ്പെഷ്യൽ ടോപ്പിക്ക് UPSC ആസ്പിരന്റ് അറിയില്ല. ഇവിടെ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കും കേരള ഗവേണൻസും ഒന്നും UPSC-കാരൻ പഠിക്കുന്നില്ല. ഇനി വെറ്ററൻ PSC-കാരനും പഠിക്കുന്നില്ല പുതിയ ടോപ്പിക്ക് കൊടുക്കുന്ന സമയത്ത്. അവിടെ പുതിയതായിട്ട് വരുന്നവനും പഴയതായിട്ട് വരുന്നവനും ഒക്കെ എന്താ ഒരേ ലെവലിൽ നിന്ന ഗെയിം കളിക്കാൻ പോകുന്നത്. അവിടെ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഡൂവബിൾ ആണ് എന്നത് മാത്രമാണ് നമുക്ക് തരാവുന്ന ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ ഇതാണ് സത്യം. അപ്പം ഈ എൻ്റെ അവസാനത്തെ ചോദ്യം, ആൾക്കാർ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ പൊക്കി പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പരസ്യമായിട്ട് വിചാരിക്കുകയോ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഈ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മേൽനോട്ടം വഹിക്കാൻ പോകുന്ന അതിന്റെ എൻ്റയർ കോഴ്സിന്റെയും ടെസ്റ്റ് സീരീസിന്റെയും മേൽനോട്ടം വഹിക്കുന്ന ആള് ലക്ഷ്മിയാണ് അല്ലേ? അപ്പം ഈ കഴിഞ്ഞ ഈ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയും ഡിഗ്രി മെയിൻസിന്റെയും അനൂപിന്റെ കൂടെ ആ ടോപ്പ് ലീഡർഷിപ്പിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ആളാണ് ലക്ഷ്മി. നമ്മൾ അങ്ങനെയാണ് ഇതിനെല്ലാം ഡിസൈൻ ചെയ്യുന്നത് അല്ലേ? അല്ല, അനൂപിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരാൾ ലീഡറായിട്ട് നിൽക്കുന്നു, കൂടെ ഒരാൾ നിൽക്കുന്നു. ആ ആൾ അടുത്ത ഒരു മെയിൻ എക്സാം വരുമ്പോൾ അയാൾ അതിന്റെ ഓണർ ആവുന്നു. അപ്പൊ അങ്ങനെ ഒരാളാണ്. ഓക്കെ, അപ്പം ലക്ഷ്മിയുടെ ഒരു കോൺഫിഡൻസ് എന്താണ്? മനസ്സിലായി, ഈ കുട്ടികൾ KS മെൻറ്ററിലോട്ട് വരുവാണ്, നാളെ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു, അല്ല അതിനു മുമ്പ് പിള്ളേർ ഒത്തിരി വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാര്യം ഈ അൺസർട്ടനിറ്റിയാണ് എന്താവും എന്നുള്ളത്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഈ കഴിഞ്ഞ പ്രിലിംസ് 3 മെയിൻസ് കഴിഞ്ഞ 4 പരീക്ഷയിൽ ലക്ഷ്മി ഇതിന്റെ ത്രൂ ഔട്ട് നിന്നു എന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് ലക്ഷ്മിക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് എന്താണ്? നിങ്ങളിങ്ങി വന്നോ, നിങ്ങളെ മിസ്ലീഡ് ചെയ്യത്തില്ല, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാതെ. ഇച്ചിരി പണിയൊക്കെ കാണും, അത് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എളുപ്പ പണിയൊന്നും നമ്മളിവിടെ അത്രയും കൊടുക്കുന്നില്ല. നമ്മൾ മാക്സിമം എളുപ്പമാക്കാനും നോക്കുക. അങ്ങനെ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ. ഇപ്പൊ ഇതിനൊരു ബാക്ക് സ്റ്റോറി ആയിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഡിസംബർ സമയം ഇതേപോലെ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സീസൺ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആരും എക്സ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല. PSC നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടു.
LSTS എക്സാമിന് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് മെയിൻസ് 2 പേപ്പറാണ്. അതേപോലെ പുതിയ സ്പെഷ്യൽ ടോപ്പിക്, ഇന്ന് വരെ നമ്മൾ PSC രീതിയിൽ കണ്ടിട്ടില്ലാത്ത സ്പെഷ്യൽ ടോപ്പിക്. എല്ലായിടും ടെൻഷൻ, ഇതെങ്ങനെ പഠിക്കും, അതെങ്ങനെ ചെയ്യും, അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ആക്റ്റീവ്ലി ക്ലാസ്സസ് ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് വി നെവർ ഫേസ്ഡ് എനി ചലഞ്ച്. നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ ഫിലോസഫിയിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. അപ്പോൾ ഈ സിലബസ് എടുക്കുന്നു, നമ്മൾ ഇപ്പം അനൂപ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിലുള്ള ഓരോ ബ്ലോഗ്സും PSC ആകാശത്തു നിന്നൊന്നും എടുത്തുകൊണ്ട് വന്ന കാര്യങ്ങളല്ല. അതിനൊക്കെ ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഉണ്ട്, അത് യൂസ് ചെയ്യുന്ന വൈഡ് ഏരിയാസ് ഉണ്ട്. ഞങ്ങൾ അത് അന്വേഷിച്ച് പോയി, അതിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കി. അങ്ങനെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലാസ്സസ് ഡിസൈൻ ചെയ്യുന്നു, നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഡെയിലി ടെസ്റ്റ് ആയാലും വീക്ക്ലി ടെസ്റ്റ് ആയാലും നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ജേർണി അത്ര ഈസി അല്ല. ഇപ്പൊ ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ ചിലപ്പോൾ അവർ കരുതിട്ട് വരെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ദിവസങ്ങളും ഉണ്ടാവാം. അതെന്തിനാണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി അവർക്ക് അതിൻ്റെ ഒരു ഫ്രൂട്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് മൊത്തം മുമ്പോട്ട് പോയി. ഇപ്പോൾ LSTS മെയിൻസ് എക്സാം കഴിഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥയിൽ 200-ൽ 160 ചോദ്യങ്ങളോളം നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ആ ഒരു ഉറപ്പ് വെച്ച് തന്നെയാണ് പറയുന്നത് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ എക്സാമും നമ്മുടെ കയ്യിൽ സേഫ് ആണ്. പേപ്പർ 1 അല്ല, പേപ്പർ 2 അല്ല, എന്ത് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. അപ്പോൾ ഫിലോസഫി വിൽ ബി ദ സെയിം, നമ്മുടെ പ്രിൻസിപ്പിൾ വിൽ ബി ദ സെയിം, അവർ ടീം വിൽ ബി ദ സ്ട്രോങ് ആൻഡ് വി യൂസ് ലൈക്ക് ടെക്നോളജി. സോ അതാണ് നമ്മുടെ ഉറപ്പ് ഇനിയുള്ള സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാമിനാണെങ്കിൽ. ഐ തിങ്ക് അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയി. എനിക്ക് ഫുള്ളി കിട്ടി, ബട്ട് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഇത് ആസ്പിറൻസിനോട് കിട്ടണം. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ഫുള്ളി അണ്ടർസ്റ്റുഡ്. കാര്യം നമ്മൾ ഈ ഞാനിത് തുടങ്ങിയ ഒരു സ്ഥലമുണ്ട്, ഇത് ഫ്ലൂക്കാണോ, ചക്ക വീണ് മൂലയത്താണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളായിരുന്നു, നമ്മളിത് ആക്ച്വൽ ഔട്ട്കം വരുന്നതിന് മുമ്പ് ഔട്ട്കം എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അത് മാത്രം അറിയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച് വന്ന മൊത്തം അതിനെപ്പറ്റിയാണ്. നമുക്കിതെല്ലാം ഈ ടെസ്റ്റ് സീരീസിൽ അല്ലെ, നമ്മുടെ ആക്ച്വൽ എക്സാമിൽ 100-ൽ 80 അടിക്കുന്നത് നമുക്ക് പ്രതീക്ഷ ഉണ്ട്. നമ്മൾ 100 അടിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല, പക്ഷെ 60, 65 മുതൽ 85 വരെ നമ്മുടെ വന്നിരിക്കും എന്നുള്ള കോൺഫിഡൻസും നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ പ്രോസസ്സും നമ്മുടെ ടീമും നമ്മുടെ ടെക്നോളജി നമ്മുടെ ഈ ക്വാളിറ്റി കൺട്രോൾ, അപ്പം ഈ 4 പില്ലേഴ്സിൽ നിന്നാണ് ഈ സ്ഥാപനം ഓടുന്നത്. മനസ്സിലായോ? അപ്പം ആ ടീമിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള UPSC എക്സ്പീരിയൻസ് ഉള്ള ഒരു മേജർ ആൾക്കാർ, ടെക്നോളജിയിലോട്ട് വരുമ്പോൾ ഏറ്റവും ഇപ്പം ലോകം മൊത്തം ചർച്ച ചെയ്യുന്നു, ലോകത്തെ മൊത്തം എൻ്റെ എക്കോണമിയെ പിടിച്ചുലയ്ക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഈ എക്സാമിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. അത് ഇന്നലെ തുടങ്ങിയല്ല, നമ്മൾ കുറച്ചാളെ അതും ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ അത് AI എന്ന് പറഞ്ഞാൽ നമ്മുടെ AI എന്ന് പറഞ്ഞാൽ 1.5 AI ഉണ്ട്, അത് ഉള്ളതാണ്, ജസ്റ്റ് പറയുന്നതല്ല. അപ്പൊ AIയുടെ കാര്യം, പിന്നെ ഈ പ്രോസസ്സുകൾ. അപ്പൊ നമ്മുടെ ഈ ഫൗണ്ടിങ് ടീം, ഇവരുടെ എല്ലാവരുടെയും ബേസിക് ബാക്ക്ഗ്രൗണ്ട് PSC എക്സാം അല്ല, അവര് ആ ഫൗണ്ടിങ് ടീമിനകത്ത് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള, അപ്പൊ അവരാ ഒരു ലോകം മൊത്തവും മുന്നോട്ട് നയിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ. അപ്പൊ അവർ ആ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഇതിനെ എത്രത്തോളം പ്രൊഫഷണൽ ആക്കാമെന്നുള്ളൊരു, അതുകൊണ്ടാണ് ഈ 3 ലെവൽ ക്വാളിറ്റി കൺട്രോൾ. എൻ്റെ കഴിഞ്ഞ 10-12 വർഷത്തെ UPSC ട്രെയിനിങ് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങ് താഴെ തൊട്ടങ്ങ് ബൈജൂസ് വരെ, ഞാൻ ബൈജൂസിലൊക്കെ കുറച്ചുകൂടെ ഉണ്ട്, ഐ മീൻ ദർ ക്വാളിറ്റി കൺട്രോൾസ് ആർ മച്ച് മോർ സ്ട്രിക്റ്റർ. പക്ഷെ എല്ലായിടത്തും അത് ഉണ്ടാവാറില്ല. അപ്പം കേരളത്തിൽ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു തോട്ടുണ്ട്, ഒരു ന്യായമുണ്ട്, ഒരു ലോജിക്കുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന എൻ്റെ കോൺഫിഡൻസ് അവിടെ നിന്നാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് അതാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ് ഈ ലാർജർ കമ്മ്യൂണിറ്റിയോടുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കോൺഫിഡൻസുകൾ ഇങ്ങനെ എന്താണ് ഒരു ബേസിൽ നിന്നായിരിക്കണം, അല്ലാതെ എയറിൽ മറ്റെല്ലാവർക്കും ഫീൽ ഗുഡ് കൊടുക്കാൻ പറ്റും അതിലൊരു, പക്ഷെ അത് നിങ്ങളുടെ എത്ര വർഷം നിങ്ങൾ അതിനുവേണ്ടി കൊടുക്കാനുള്ളതോട് നിങ്ങൾ തീരുമാനിക്കും. 800 രൂപ 1000 രൂപയുടെ ഉള്ളായിരിക്കും ചെലവ്, പക്ഷെ നിങ്ങളുടെ വർഷത്തിനെ പറ്റി ആലോചിക്കുക. ദാറ്റ് ഇസ് ഓൺലി തിങ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ ലക്ഷ്മി? ഇത് തന്നെ ലാസ്റ്റ് പറഞ്ഞ തന്നെ, ഈ എയർ എന്നുള്ള കോൺഫിഡൻസിലല്ല കാര്യം. ഞാൻ പലപ്പോഴും കാണില്ലേ, മറ്റേ പരീക്ഷ കഴിഞ്ഞ് അപ്പോൾ അവരെ ഒരു സാധനം നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊടുത്തു, അത് ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉപകാരപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് ചോദ്യം വന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചോദ്യം വന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. അല്ലാതെ നിങ്ങൾ ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ തോറ്റു, മനസ്സിലായില്ലേ? എനിക്ക് തന്ന സാധനം കേടായിരുന്നു പക്ഷെ നിങ്ങൾ അടിപൊളിയാ, അങ്ങനെ ഒരു കാര്യമില്ല. തന്ന സാധനം നല്ലതെങ്കിൽ നല്ലതാണ്, അതുകൊണ്ട് നിങ്ങൾ ജയിക്കും, മനസ്സിലായില്ലേ? തോൽക്കാം മേ ബി, പക്ഷെ അടുത്ത തവണ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് സംഭവിക്കുന്നു. പക്ഷെ നിങ്ങൾക്കൊരു മോശം സാധനം തന്നുകൊണ്ട് ഞാൻ എന്തോ നല്ലത് ചെയ്തു എന്ന് ആര് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. അത് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ബി ഫ്രാങ്ക്, ഞാൻ ഒരുപാട് മെറ്റീരിയലൊന്നുമില്ല, ചോദ്യം ഈ പറഞ്ഞ പോലെ എയർ എന്നുള്ള ചോദ്യങ്ങള്, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. ആൻഡ് അതിനുശേഷം
ഈ പറഞ്ഞ 4 എന്താ പറയാ സ്വരാജ് ഈസ് മൈ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞ ആളാരാ? ആ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യമുണ്ടെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. ആൻഡ് ഞങ്ങൾ അത് വെച്ച് ക്ലെയിമും ചെയ്യില്ല ഒരിക്കലും. കാരണം അത് വെച്ച് ക്ലെയിം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്. അതെ, കാര്യം എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊരു വൈൻഡ് അപ്പ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ആയെന്ന് തോന്നുന്നു. കാര്യം ഇവരോട് എനിക്ക് പറയാനുള്ളത്, ആൾക്കാർ എല്ലാവരും പലതും പറയും, ഇതിനകത്തെല്ലാം പൈസ ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ ഉണ്ട്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമ്മൾ ഫോർ പ്രോഫിറ്റ് നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ ചിലവുകളുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പല പല കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ചിലവുകളും ഉണ്ട്. പക്ഷേ ചില ആൾക്കാർ പറയും നമുക്ക് കാശ് വേണം, ഞങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നന്മ മരങ്ങളാണ് ഇതിനകത്ത് ഇപ്പം മൊത്തം. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് വാച്ച്ഫുൾ ആവുക. അത് വാച്ച്ഫുൾ ആയാൽ തന്നെ നിങ്ങളുടെ ഒരു 6 മുതൽ 8 മാസം വരെ സേവ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഓൺ ദാറ്റ് നോട്ട് സോ നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങളുടെ ബോധവാനാവുക. എന്ന് വെച്ചാൽ യു ഷുഡ് ബി സീരിയസ് അബൌട്ട് ഹൂം യു ചൂസ് ടു സീക്ക് കോച്ചിങ് ഫ്രം. കാര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ 1 വർഷം 6 മുതൽ 1 വർഷം വരെ നഷ്ടമാവാം. ഐ തിങ്ക് ഓൺ ദാറ്റ് നോട്ട് we can end it.